Prince introduces its new state-of-the-art multifunctional kitchen sinks. Prince Elite. Prince has mastered the art of creating durable, sleek, and high-quality stainless steel sinks. ബിജെപിക്ക് പരോക്ഷ വിമർശനം. സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് മതസൗഹാർദ്ദമാണ്. അതിനെ തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളും പ്രതികരണങ്ങളും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കോഴിക്കോട് മേരിക്കുന്ന് പോസ്റ്റ് ഓഫീസ് കേസിൽ വഖഫ് ബോർഡിന് തിരിച്ചടി. ക്രിമിനൽ കേസെടുക്കാനാവില്ലെന്ന് ഹൈക്കോടതി. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ കമ്മീഷനെ വെല്ലുവിളിച്ച് ചേലക്കരയിൽ അൻവറിന്റെ വാർത്താ സമ്മേളനം. ഞാൻ നിങ്ങളുടെ സീനിയർ ഓഫീസറുമായി സംസാരിച്ചാണല്ലോ ഈ ഇലക്ഷന് ആരാണ് നേരിടുന്നത്. വയനാട്ടിലും ചേലക്കരയിലും നാളെ വോട്ടെടുപ്പ്. പ്രിയങ്ക ഗാന്ധിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ UDF, ചേലക്കര നിലനിർത്താൻ LDF. ചേലക്കരയിൽ കള്ളപ്പണ വിവാദം. വ്യവസായി ജയന്റെ കാറിൽ നിന്ന് 20 ലക്ഷം രൂപ പിടിച്ചു. പണം എത്തിച്ചത് കോൺഗ്രസ് എന്ന് CPM. കോൺഗ്രസിന്റേതല്ലെന്ന് VD സതീശൻ. ജയന്റെ വീട്ടിൽ റെയ്ഡ്. സീപ്ലെയിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ വാക്പോര്. UDFന്റെ സീപ്ലെയിൻ അല്ല LDFന്റേതെന്ന് മുഹമ്മദ് റിയാസ്. പദ്ധതിയെ അനുകൂലിച്ച് MV ഗോവിന്ദൻ. കടലിൽ കൊടികുത്തി പ്രതിഷേധിച്ചവരാണ് സീപ്ലെയിനുമായി വന്നതെന്ന് VD സതീശൻ. കായലിലിറക്കാൻ അനുവദിക്കില്ലെന്ന് AITUC. N പ്രശാന്തിനെതിരെ ജയതിലകന്റെ ആരോപണങ്ങൾ കളവ്. പട്ടികജാതി വകുപ്പിൽ നിന്ന് പോകുമ്പോൾ എല്ലാ രേഖയും തിരികെ ഏൽപ്പിച്ചിരുന്നു. ജയതിലകിന്റെ തന്നെ ഓഫീസ് പുറത്തിറക്കിയ കത്ത് News 18. നിയമ പോരാട്ടത്തിന് N പ്രശാന്ത്. K ഗോപാലകൃഷ്ണനെതിരെ പോലീസ് ഉടൻ കേസെടുക്കില്ല. ജാർഖണ്ഡ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വിധിയെഴുതുക 43 മണ്ഡലങ്ങൾ. സംസ്ഥാനത്ത് സുരക്ഷ ശക്തം. കോൺഗ്രസ് ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. സ്കൂൾ കായികമേള സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ആസൂത്രിത ശ്രമമുണ്ടായെന്ന് വിദ്യാഭ്യാസ മന്ത്രി. നവാമുകുന്ദയിലെയും മാർബേസിലെയും അധ്യാപകർ വിദ്യാർത്ഥികളെ ഇളക്കിവിട്ടു. ഗൗരവമായി അന്വേഷിക്കുമെന്നും V ശിവൻകുട്ടി. നിയമ നടപടിയുമായി മുന്നോട്ടെന്ന സ്കൂളുകൾ. ലൈവ് അറ്റ് 6 വിശദമായി നോക്കാം. ആദ്യം മുനമ്പത്ത്. സർക്കാരിനൊപ്പമാണ് ലത്തീൻ സഭ. വാർത്തയിലേക്ക്. മുനമ്പം വിഷയത്തിൽ ലത്തീൻ കത്തോലിക്ക സഭ മുഖ്യമന്ത്രിക്കൊപ്പം. മുഖ്യമന്ത്രിയുടെ നിലപാട് സ്വാഗതാർഹമെന്ന് ലത്തീൻ സഭ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പറഞ്ഞു. ന്യായമായ അവകാശം മുനമ്പം ജനതയ്ക്ക് ലഭിക്കണം. പരിഹാരം നീട്ടിക്കൊണ്ടുപോകരുത്. അടിയന്തര ഇടപെടലാണ് വേണ്ടത്. അല്ലെങ്കിൽ വിഭാഗീയ നീക്കം നടത്തുന്നവർ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നും തോമസ് ജെ നെറ്റോ പറഞ്ഞു. ഏറ്റവും ഒടുവിലായി ഇന്നലെ മുഖ്യമന്ത്രി സമര സമിതിയുടെ പ്രതിനിധികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അനുഭാവപൂർവമായ പ്രതികരണം നടത്തി എന്നതും നമ്മൾ താല്പര്യത്തോടുകൂടി സ്വാഗതാർഹമായ കാര്യമായിട്ട് നോക്കി കാണുകയാണ്. ഇതിനകത്തുള്ള ചില കാര്യങ്ങൾ വസ്തുതകൾ പരിശോധിച്ചാൽ ഏറ്റവും അവകാശം ഈ ജനതയ്ക്കാണെന്നുള്ള കാര്യം വ്യക്തമാണ്. അതിന്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. എങ്കിലും കോടതി വ്യവഹാരങ്ങളിലൂടെ പാവപ്പെട്ട തീരദേശത്തെ ജനതയെ ആജീവനാന്തം ആശങ്കയിലും അവരെ നിലനിർത്തുവാനായിട്ടുള്ള സാധ്യതകളുള്ള ഒരു സമൂഹത്തിലാണ് നിയമവ്യവസ്ഥിതി. അതാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. തിരഞ്ഞെടുപ്പുകൾ വരും പോകും, പാർട്ടികൾ ജയിക്കും തോൽക്കും, ഇതെല്ലാം സ്വാഭാവികമാണ്. എന്നേക്കും സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ജനവിഭാഗമാണ് കേരളത്തിലുള്ളത്. അവർ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അതിനേക്കാൾ ഉപരിയായി അവർ സാഹോദര്യത്തിലും സ്നേഹത്തിലും കഴിയുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതിനെ നിലനിർത്തുവാനുള്ള താല്പര്യമാണ്. പ്രകോപനപരമായി പ്രതികരിക്കുവാനോ വൈകാരികമായി പ്രതികരിക്കുവാനോ നമ്മൾ ആരും ആഗ്രഹിക്കാത്തത്. അതേസമയം തന്നെ ഒരു ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് നമ്മൾ.
അവരുടെ ആശങ്കകളിൽ നമ്മൾ പങ്കുചേരുന്നു എന്നതിന്റെ അടയാളം മാത്രമാണ് ഇന്നത്തെ ഈ കൂടിവരവ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. വിനോദ് ചേർന്ന് വാർത്തയുടെ വിവരങ്ങളുമായി. വിനോദ്, ഈ മുനമ്പത്ത് ഈ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്, അതിൽ പ്രതിഷേധം ഉന്നയിക്കുന്നതിൽ ഭൂരിഭാഗം അത് ലത്തീൻ കത്തോലിക്ക സഭയിൽപ്പെട്ടവരാണ്. ആ വിഭാഗത്തിലെ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് അങ്ങനെ പറയുമ്പോൾ അത് സർക്കാരിനും വലിയ ആശ്വാസമല്ലേ? മുഖ്യമന്ത്രിയുടെ നിലപാടിനെ തോമസ് ജെ നെറ്റോ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ശാശ്വതമായ പരിഹാരം എന്തുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോകുന്നു എന്ന ഒരു ആശങ്ക കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഈ തർക്കം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ആ ഭൂമിക്ക് അർഹതപ്പെട്ടവർ അവരാണ്. നിക്ഷിപ്ത താല്പര്യങ്ങളുമായി വരുന്ന ആളുകളുണ്ട്, അവർക്ക് അവസരമുണ്ടാക്കരുത് എന്ന കാര്യമാണ് തോമസ് ജെ നെറ്റോ പറയുന്നത്. തുടർന്ന് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഇന്നത്തെ ഈ പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി പങ്കെടുത്തിരുന്നു. ബിനോയ് വിശ്വം പറഞ്ഞത് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ താൻ പറയുകയാണ്. അവിടെ ഇപ്പോൾ കഴിയുന്ന ജനങ്ങൾ അവിടെ തന്നെ കഴിയും എന്ന കാര്യം ബിനോയ് വിശ്വം പറയുന്നു. താൻ ഉറച്ചു വിശ്വസിക്കുന്നു അവിടെയുള്ള ജനങ്ങൾക്ക് അനുകൂലമായൊരു നിലപാടാകും സർക്കാർ സ്വീകരിക്കുക. ആ തരത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് താൻ എന്ന കാര്യം ബിനോയ് വിശ്വം പറയുന്നു. മാത്രമല്ല അദ്ദേഹം കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യമുണ്ട്. വിചാരധാരയിൽ പറയുന്നത് രാജ്യത്തെ ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നാമത്തേത് മുസ്ലിങ്ങളാണ്. അത് മുസ്ലിം അല്ലേ എന്ന് കേട്ടിരിക്കേണ്ട കാര്യമില്ല. അതേ വിചാരധാരയിൽ പറയുന്നത് രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനി എന്നാണ്. അതുകൊണ്ട് തന്നെ ചോര കുടിക്കാൻ വരുന്നവരെ കരുതിയിരിക്കണം, ആ കെണിയിൽ വീണു പോകരുത് എന്നുകൂടി ബിനോയ് വിശ്വം പറയുന്നു. വി.എം. സുധീരൻ അടക്കമുള്ളവർ ഇതിൽ പങ്കെടുത്തു. 28-ന് വിളിച്ചിരുന്ന യോഗം 22-ലേക്ക് മാറ്റിയിട്ടുണ്ട്. സഭാ നേതൃത്വം പറയുന്നത് അതുവരെ 22 വരെ കാത്തിരിക്കേണ്ടതില്ല, തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല, അതിനു മുൻപ് തന്നെ സർവകക്ഷി യോഗം വിളിക്കണം എന്ന ഒരു അഭിപ്രായത്തിലേക്ക് കൂടി സഭാ നേതൃത്വം പോകുന്നുണ്ട്. ലത്തീൻ കത്തോലിക്ക സഭ എന്തായാലും മുഖ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് വഖഫ് ഭൂമിയിലാണെന്ന കേസിൽ വഖഫ് ബോർഡിന് തിരിച്ചടി. കോഴിക്കോട് മേരിക്കുന്ന് പോസ്റ്റ് ഓഫീസ് വഖഫ് ഭൂമിയിൽ പ്രവർത്തിക്കുന്നതിൽ പോസ്റ്റൽ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വിധിച്ചു. 2013 വഖഫ് ഭേദഗതിക്ക് മുമ്പ് നടന്ന കയ്യേറ്റങ്ങളിൽ ക്രിമിനൽ കേസ് നിലനിൽക്കില്ല. അതേസമയം ഭൂമി തിരിച്ചുപിടിക്കാനുള്ള സിവിൽ നടപടികൾ തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിലെ ചാവക്കാട് 37 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് നോട്ടീസ് നൽകി. 2023 ചാവക്കാട്ടെ വിവിധ ഇടങ്ങളിൽ നിന്നായി 10 ഏക്കർ സ്ഥലം തിരിച്ചുപിടിക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിനിടെ ഈ കുടുംബങ്ങളെ അണിനിരത്തി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് BJPയുടെ നീക്കം. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നം മുനമ്പത്ത് കത്തിപ്പടരുന്നതിനിടെയാണ് ചാവക്കാട് 37 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയെന്ന വിവരം പുറത്തുവരുന്നത്. വില കൊടുത്തു വാങ്ങിയ വീട്ടുകാർക്കുൾപ്പെടെ 2023 നോട്ടീസ് നൽകിയത്. 10 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാനാണ് നീക്കം. ചാവക്കാട് മണത്തല, ഒരുമനയൂർ, ഒറ്റത്തെങ്ങ് കിഴക്ക്, തങ്ങൾപ്പടി, പാലയൂർ, ചക്കംകണ്ടം തുടങ്ങിയ ഇടങ്ങളിലെ കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത്. 50 വർഷങ്ങൾക്ക് മുൻപ് പുഴയ്ക്കൽ തറവാട്ടുകാർക്ക് ചാർത്തിക്കിട്ടിയ ഭൂമി വില കൊടുത്തു വാങ്ങിയതാണെന്നും രേഖകളുണ്ടെന്നും ഇവർ പറയുന്നു. വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. അതേസമയം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ മുനമ്പത്തേതിന് സമാനമായി കുടുംബങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കാനാണ് BJPയുടെ നീക്കം. ന്യൂസ് 18 തൃശൂർ. ഉപതെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വയനാട്ടിൽ സജീവ ചർച്ചയായി വഖഫ് വിവാദം. മാനന്തവാടി മണ്ഡലത്തിലെ തലപ്പുഴയിൽ വഖഫ് ബോർഡിന്റെ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് ലഭിച്ച 5 കുടുംബങ്ങളാണ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. തലമുറകളായി താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒഴിയാൻ കഴിയില്ല എന്ന നിലപാടിലാണ് നോട്ടീസ് ലഭിച്ച കുടുംബങ്ങൾ. അതിനിടെ മുനമ്പം മോഡൽ സമരമുഖം വയനാട്ടിൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി BJP നേതൃത്വം രംഗത്തെത്തിക്കഴിഞ്ഞു. 4 പതിറ്റാണ്ടിലേറെയായി താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്നാവശ്യപ്പെട്ടാണ് തലപ്പുഴയിലെ 5 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. 5.75 ഏക്കർ ഭൂമിയാണ് വഖഫിൻ്റെതായി നോട്ടീസിൽ പറയുന്നത്. ഇതിൽ 1.7 ഏക്കർ ഭൂമി നിലവിൽ തലപ്പുഴ മദ്രസയും പള്ളിയും ഖബറും ഉൾപ്പെടുന്ന സ്ഥലമാണ്. ശേഷിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു തരണമെന്നാണ് നോട്ടീസിലെ പരാമർശം. വരുന്ന 16-ാം തീയതി കൊച്ചിയിലെ വഖഫ് ബോർഡിന്റെ ഓഫീസിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും 19-ാം തീയതി നോട്ടീസിൽ അറിയിച്ചിരിക്കുന്നത് പോലെ ഭൂമിയുടെ അവകാശം സംബന്ധിച്ച കാര്യങ്ങൾ ഗൂഗിൾ മീറ്റിൽ ബോർഡിനെ ബോധ്യപ്പെടുത്തണമെന്നും
വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം രാഷ്ട്രീയ പിന്തുണ ഉറപ്പാക്കി വഖഫ് ബോർഡിന്റെ നീക്കത്തെ നിയമപരമായി കൂടി നേരിടാൻ ഒരുങ്ങുകയാണ് നോട്ടീസ് ലഭിച്ച കുടുംബങ്ങൾ. ഈ നോട്ടീസ് ഇപ്പോൾ 5 കുടുംബത്തിന് ലഭിച്ചത് തലപ്പുഴ പള്ളി കമ്മിറ്റീന്റെ പിന്നെ സ്ഥലമാണ്. കാലകാലങ്ങളിൽ കുറെ കാലമായി നമ്മളായിട്ട് കയ്യിൽ കിട്ടിയിട്ട് 10-40 വർഷത്തോളം മേലെയായി. പാതകരാധാരം അടിയാധാരം എല്ലാം ഉണ്ട്, പട്ടെല്ലാം ഉണ്ട്, രേഖകളെല്ലാം ഉണ്ട്. രാഷ്ട്രീയ പിന്തുണയുണ്ട്. ഇത് നമ്മളെ സ്ഥലമാണ്, നമ്മള് കാശ് കൊടുത്ത് മേടിച്ച സ്ഥലമാണ്. നമ്മളാദ്യം കൈയേറിയതല്ല, നമ്മൾ കുടിയെടുപ്പ് പറഞ്ഞിട്ട് പട്ടയം മേടിച്ചതല്ല. ഇതിന് മുന്നേ പട്ടയമുള്ളവരുടെ അടുത്ത് പൈസ കൊടുത്തിട്ട് ഇത് ആധാരം ചെയ്ത് മേടിച്ചതാണ്. നമ്മൾ അച്ഛന് ശേഷം നമ്മൾ 6 ആൾക്കും ഇതിൽ അവകാശികളാണ്. അതിനിടെ കുടുംബങ്ങൾക്ക് പിന്തുണയുമായി NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ തലപ്പുഴയിലെത്തി. വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്ന് പ്രതികൂല തീരുമാനം ഉണ്ടായാൽ കുടുംബങ്ങളെ ഏതു വിധേനയും സംരക്ഷിക്കുമെന്ന നിലപാടിലാണ് BJP. അപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള 13-ാം തീയതി കഴിഞ്ഞാൽ മുനമ്പം പോലെയുള്ള അതേ സമരമുഖം വയനാടിനും തുറക്കേണ്ടി വരും. പ്രത്യേകിച്ചും ഈ തലപ്പുഴയിൽ ഇപ്പോൾ നോട്ടീസ് കിട്ടിയിട്ടുള്ള ആളുകൾ തലപ്പുഴയിലാണ്. മുനമ്പം പോലെ തന്നെ ഒരു സമരമുഖം തലപ്പുഴയിലും ഞങ്ങൾ എല്ലാ നാട്ടുകാരെയും സംഘടിപ്പിച്ചുകൊണ്ട് തുറക്കും. BJP അതിന് നേതൃത്വം കൊടുക്കും. മണ്ഡലത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് മുനമ്പത്തേതിന് സമാനമായി പ്രതിഷേധം കടുപ്പിക്കാനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. ന്യൂസ് 18 വയനാട്. മുനമ്പം സമരത്തിൽ രാഷ്ട്രീയ പരിഹാരമല്ല നിയമപരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി P. രാജീവ്. സങ്കീർണത പരിഹരിച്ച് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാണ് നോക്കുന്നത്. മുനമ്പം സമരത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു. രാഷ്ട്രീയ മുതലെടുപ്പിനും വർഗീയ മുതലെടുപ്പിനുമാണ് ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നത് കൊണ്ടാണ് മുനമ്പം വിഷയം സർക്കാർ ചർച്ച ചെയ്യാത്തതെന്നും P. രാജീവ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപേ തീർക്കാമായിരുന്ന വിഷയമാണ് മുൻപത്തേതെന്ന് VD സതീശൻ. വഖഫ് ബോർഡിനോട് സർക്കാർ കാര്യങ്ങൾ പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമാണ്. ഒരൊറ്റ മുസ്ലിം സംഘടന പോലും ആ ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുന്നില്ലെന്നും VD സതീശൻ. മുനമ്പം വിഷയം പരിഹരിക്കേണ്ടത് സർക്കാരാണെന്ന് SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. സർക്കാർ ചർച്ച നീട്ടിയത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. വഖഫിനെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ആരോപിച്ചു. വയനാടും ചേലക്കരയും നാളെ ബൂത്തിലേക്ക്. നാളെ വയനാട് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിൽ അയക്കാനുള്ള ശ്രമത്തിലാണ് UDF. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാണ് LDFന്റെയും NDAയുടെയും ശ്രമം. തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മണ്ഡലമാണ് വയനാട് എന്ന് വിശേഷിപ്പിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പ്രചാരണം മുതൽ പ്രിയങ്കയ്ക്ക് ഇന്ദിരാഗാന്ധിയുമായുള്ള രൂപസാദൃശ്യം വരെ ചർച്ചയായ മണ്ഡലത്തിൽ UDF പ്രതീക്ഷിക്കുന്നത് 5 ലക്ഷമെന്ന സ്വപ്ന ഭൂരിപക്ഷം. പോളിംഗ് കഴിയും വരെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ തന്നെ തുടരുന്നു എന്നത് UDFന്റെ പ്രചരണത്തിന് നൽകുന്ന ഊർജം ചെറുതല്ല. ഇതിനകം വയനാട് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എത്തിയ പ്രിയങ്കയ്ക്ക് ലഭിച്ച സ്വീകാര്യതയും UDFന് വലിയ പ്രതീക്ഷ നൽകുന്നു. മുൻപ് ലഭിച്ചതിനേക്കാൾ വനിതകളുടെ വോട്ട് ഇത്തവണ നേടാനാകുമെന്ന കണക്കൂട്ടലിലാണ് UDF 5 ലക്ഷമെന്ന വലിയ ഭൂരിപക്ഷം സ്വപ്നം കാണുന്നത്. മറുവശത്ത് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് LDFന്റെയും NDAയുടെയും ഭാഗത്തുനിന്നുമുള്ളത്. 2014 സമാനമായ സാഹചര്യമെന്ന് LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആനിരാജ നേടിയതിനേക്കാൾ വോട്ട് നേടാനാകുമെന്ന കണക്കൂട്ടലാണ് LDFനുള്ളത്. നാട്ടുകാരിയായ ഊർജ്ജസ്വലയായ യുവ സ്ഥാനാർത്ഥി എന്ന അഭിപ്രായം ഇതിനകം നവ്യ ഹരിദാസിന് നേടാൻ കഴിഞ്ഞു എന്നാണ് NDA വിലയിരുത്തുന്നത്. ഇത് വോട്ടിംഗിലും പ്രതിഫലിക്കുമെന്നും അവർ കണക്കാക്കുന്നു. ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തതു മുതൽ മേപ്പാടിയിൽ പഴകിയ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തതും വഖഫ് വിഷയവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അതെല്ലാം വോട്ടിംഗിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് 18 വയനാട്. നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ബൂത്ത് തലത്തിലുള്ള സ്ക്വാഡ് വർക്കുകളും തുടരുകയാണ്. 3 മുന്നണികളും ശക്തമായ പ്രചരണമാണ് ഇത്തവണ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. കഴിഞ്ഞ 28 വർഷമായി ചേലക്കരയുടെ മണ്ണ് ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു. ആ ഉരുക്കുകോട്ട ഇത്തവണയും കാക്കാനാകുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. വികസനത്തിന് ഒരു വോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ചേലക്കരയിൽ ഇത്തവണ LDF സ്ഥാനാർത്ഥി വോട്ടർമാരെ കാണുന്നത്. പ്രചാരണത്തിന് മുന്നിൽ നിന്ന് നയിച്ചത് മുഖ്യമന്ത്രിയും. മുൻകാലങ്ങളെപ്പോലെ ഈസി വാക്കോവർ ഇത്തവണ ഉണ്ടാകില്ലെന്ന് CPMന് അറിയാം. അതുകൊണ്ട് തന്നെ മണ്ഡലം ഉറപ്പിച്ചു നിർത്താൻ
കഠിന ശ്രമമാണ് ഇടതുമുന്നണി നടത്തിയത്. ഭൂരിപക്ഷം 30,000 കടക്കുമെന്നാണ് UR പ്രദീപിന്റെ പ്രതീക്ഷ. നേരത്തെ ഉണ്ടായിരുന്ന പ്രതീക്ഷയേക്കാൾ കൂടുതൽ പ്രതീക്ഷയാണ് ഇനിയുള്ളത് ഇപ്പോൾ ഉള്ളത്. പൊതുവെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള പ്രവർത്തനത്തിൽ എല്ലാം ആവേശകരമായ ഒരു പ്രതികരണം വന്നതിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പിന്തുണയും മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഇന്നലെ വരെ എന്ത് ചെയ്തു എന്നത് ജനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്ന് നമ്മൾ ഇതിങ്ങനെ ഇഞ്ചോട് ഇഞ്ചി നടത്തി എന്ന് പറഞ്ഞാലും അതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട്. 2019 ചേലക്കര ഉൾപ്പെടുന്ന ആലത്തൂരിൽ പാട്ടും പാടി വിജയിച്ച രമ്യ ചേലക്കരയിൽ കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDF നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിന് പ്രധാന കാരണം. ആര് വിജയിക്കുമെന്ന് പറയാനാകാത്ത വിധം ഇഞ്ചോടിഞ്ച് പോരാട്ടമായി ചേലക്കരയിൽ. 3ാം വട്ടവും ചേലക്കര മണ്ഡലത്തിലെ ജനങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചെത്തുന്ന രമ്യ ഇത്തവണ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങൾ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. ആ ജനങ്ങളുടെ മനസ്സിൽ നിന്നുള്ള വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ ചെയ്യുവാൻ അവർ തയ്യാറെടുത്തു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കും പ്രവചിക്കാം ഞങ്ങളുടെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നുള്ളത്. NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനും വലിയ പ്രതീക്ഷയാണ് പുലർത്തുന്നത്. LDFനും UDFനും അവസരം നൽകിയ ചേലക്കരക്കാർ ഇത്തവണ മാറി ചിന്തിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ചേലക്കര ഇത്തവണ ആർക്കൊപ്പമാണെന്ന് കണ്ടറിയണം. ഇലക്ഷൻ ഡെസ്ക്, ചേലക്കര. നിശബ്ദ പ്രചാരണ ദിവസം തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് ചേലക്കരയിൽ വാർത്താസമ്മേളനം നടത്തിയ PV അൻവറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെത്തി വാർത്താസമ്മേളനം നിർത്താൻ ആവശ്യപ്പെട്ടുവെങ്കിലും അൻവർ വഴങ്ങിയില്ല. കമ്മീഷന്റെ നോട്ടീസ് കൈപ്പറ്റാതിരുന്ന അൻവർ വാർത്താസമ്മേളനം തുടരുകയായിരുന്നു. ചേലക്കരയിൽ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. പരസ്യപ്രചാരണം അവസാനിച്ചതിനാൽ അൻവറിന് പ്രസ് മീറ്റ് നടത്താനാകില്ലെന്നായിരുന്നു പോലീസ് അറിയിച്ചത്. എന്നാൽ വാർത്താസമ്മേളനം നടത്തുമെന്ന് വെല്ലുവിളിച്ച അൻവർ സംസാരിക്കുകയായിരുന്നു. വാർത്താസമ്മേളനത്തിനിടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എത്തി അൻവറിന് നോട്ടീസ് നൽകി. എന്നാൽ അൻവർ വഴങ്ങിയില്ല. ഇല്ലല്ല, നിങ്ങൾ വയലേഷൻ മാത്രം. എന്താണ് വയലേറ്റ് ചെയ്യുന്നത്? ഏത് ആക്ടിന്റെ ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് വയലേറ്റ് ചെയ്യുന്നത്? അല്ലല്ല, അത് ആ ആക്ട് പറയുന്നു. നിങ്ങൾ കാണിച്ചത് നിങ്ങൾ വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു വിടുന്നതിന് വന്നാൽ നിങ്ങൾ വിവരറിയും. ഞങ്ങൾ കോടതിയിൽ പോകും. ഈ നിയമം അതിനെ അനുശാസിക്കുന്നില്ല. ഇലക്ഷൻ ടെലികാസ്റ്റിംഗ് പാടില്ല എന്നത് ചട്ടമാണെന്നും അൻവർ ഇത് ലംഘിച്ചെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധി വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധി പറഞ്ഞു. അതേസമയം വാർത്താസമ്മേളനം നടത്താൻ പാടില്ല എന്ന ചട്ടം ഇല്ലെന്നും കീഴ്വഴക്കം മാത്രമെന്നുമായിരുന്നു അൻവറിന്റെ വാദം. അല്ല, സാധാരണഗതിയിൽ മുൻകാലങ്ങളിലൊന്നും തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കം കണ്ടിട്ടില്ല. അതായത് കീഴ്വഴക്കല്ലല്ലോ നാട്ടുകാരുണ്ടാക്കുന്ന കീഴ്വഴക്കല്ലല്ലോ നിയമം. നിയമം കീഴ്വഴക്കമാണ്. നിയമമാണ് ഇവിടെ നടപ്പിലാവേണ്ടത്, കീഴ്വഴക്കല്ല. ഇതിപ്പോ ഒരു മതത്തിന്റെ ഒരു കാര്യമാണെങ്കിൽ കീഴ്വഴക്കെന്ന് പറയാം, ഒരു കുടുംബത്തിന്റെ കാര്യമാണെങ്കിൽ കീഴ്വഴക്കെന്ന് പറയാം. ഇതൊരു നിയമത്തിന്റെ പ്രശ്നമാണ്. അൻവറിന്റെ നടപടി ചട്ടത്തിനെതിരാണെന്ന് മുൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇലക്ഷൻ കമ്മീഷൻ വളരെ വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നടപ്പിലാക്കേണ്ടത്. 48 മണിക്കൂർ മുൻപ് ഈ ക്യാമ്പയിൻ അവസാനിപ്പിക്കുന്നതാണ്. അതാണ് നിയമം. അതിനുശേഷം എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രചാരണം രീതിയിൽ ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി അത് തീർച്ചയായിട്ടും മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ ലംഘനം തന്നെയാണ്. അതിനുവേണ്ടി അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറിന് റിപ്പോർട്ട് ചോദിക്കേണ്ടതാണ്. എങ്ങനെയാണ് എവിടെയാണ് സംഭവിച്ചത്. ആ റിപ്പോർട്ട് സിഇഒക്ക് കൊടുത്താൽ അത് ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ അത് ഉചിതമായ നടപടി എടുക്കാൻ അവർ തീരുമാനിക്കും, ലംഘനമാണോ ഇല്ല എന്ന്. സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസറിന് റിട്ടേണിംഗ് ഓഫീസർ സമർപ്പിക്കും. ശേഷം അൻവറിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കും. ന്യൂസ് 18 ചേലക്കര. ചേലക്കര മണ്ഡലത്തിന്റെ അതിർത്തിയായ ചെറുതുരുത്തിയിൽ നിന്ന് 20 ലക്ഷം രൂപ പിടികൂടി. വാഹനത്തിൽ കടത്തുകയായിരുന്ന പണമാണ് ഇലക്ഷൻ സ്ക്വാഡ് പിടികൂടിയത്. കൊളപ്പള്ളി സ്വദേശിയും വ്യവസായിയുമായ ജയൻ ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജയന്റെ വീട്ടിൽ പോലീസ് റെയ്ഡും നടത്തി. നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇലക്ഷൻ സ്ക്വാഡ് നടത്തിയ വ്യാപക പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. രാവിലെ 9 മണിയോടുകൂടി ചെറുതുരുത്തി കലാമണ്ഡലത്തിന്റെ പരിസരത്ത് നിന്നാണ് പണം പിടിച്ചെടുത്തത്. വാഹനത്തിന്റെ സീറ്റിനടിയിൽ ബാഗിലാക്കിയാണ് 19.7 ലക്ഷം രൂപ സംഘം ഒളിപ്പിച്ചു വെച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്ന് പിൻവലിച്ച പണമാണ് ഇതെന്നും
വീട് പണിക്കായി ടൈൽസ് വാങ്ങാൻ എറണാകുളത്തേക്ക് പോകുകയാണ് എന്നുമായിരുന്നു കാറിലുണ്ടായിരുന്നവർ ഇലക്ഷൻ സ്ക്വാഡിന് നൽകിയ മറുപടി. 25 ലക്ഷം പിൻവലിച്ചതിന്റെ രേഖകളും കാണിച്ചു. എന്നാൽ ബാക്കി തുക എവിടെയെന്ന ചോദ്യത്തിന് മറുപടിയില്ലാതായതോടെ മതിയായ രേഖകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പണം ഇലക്ഷൻ സ്ക്വാഡ് കണ്ടുകെട്ടി. തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന കൊളപ്പള്ളി സ്വദേശി ജയൻ ഉൾപ്പെടെ 3 പേരെയും വാഹനത്തെയും സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ജയന്റെ കൊളപ്പള്ളിയിലെ വസതിയിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വീട്ടിൽ നിന്ന് പണം കണ്ടെത്തി. അതേസമയം പണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവന്നതാണെന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണവുമായി രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. 3 പേരെയും ചോദ്യം ചെയ്യുന്നതിലൂടെ ദുരൂഹത വെളിവാകും എന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 ചേലക്കര. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പണം എത്തിച്ചത് കോൺഗ്രസ് ആണെന്ന് പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാലക്കാട് കൊണ്ടുവന്ന പണത്തിന്റെ പങ്ക് ചേലക്കരയിലും എത്തിച്ചു. കള്ളപ്പണം കൊണ്ടുവന്നയാളുമായി കോൺഗ്രസ് കൗൺസിലർക്ക് നല്ല ബന്ധമാണെന്നും CPM ജില്ലാ സെക്രട്ടറി ആരോപിച്ചു. അതേസമയം പിടികൂടിയ പണം കോൺഗ്രസിന്റേത് അല്ല എന്ന് VD സതീശൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും അധികം പണം ചെലവാക്കിയത് CPM-ഉം BJP-യുമാണെന്നും VD സതീശൻ. ചേലക്കരയിൽ വർഗീയ ലഘുലേഖ പ്രചരിപ്പിച്ചതിൽ പോലീസ് കേസെടുത്തു. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമമെന്നാണ് FIR-ൽ പറയുന്നത്. ന്യൂനപക്ഷ മോർച്ചയുടെ പേരിലാണ് ലഘുലേഖ പ്രചരിപ്പിച്ചത്. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. ജാർഖണ്ഡ് പോളിംഗ് ബൂത്തിലേക്ക്. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനൊരുങ്ങി ജാർഖണ്ഡ്. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 81 അംഗ നിയമസഭയിൽ 43 സീറ്റുകളിലേക്കാണ് സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. ജാർഖണ്ഡിന്റെ 6ാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു സംസ്ഥാനത്തെ വോട്ടർമാർ. 5ാം നിയമസഭയുടെ കാലാവധി അടുത്ത വർഷം ജനുവരി 5-നാണ് അവസാനിക്കുന്നത്. ജാർഖണ്ഡിലെ 2.5 കോടിയിലധികം വരുന്ന വോട്ടർമാരിൽ 1,37,00,000 പേരാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. 43 സീറ്റുകളിലായി 683 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 680 പുരുഷന്മാരും 73 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയുമാണ് ജനവിധി തേടുന്നത്. സീറ്റുകളിൽ 20 എണ്ണം പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്തിരിക്കുന്നു. 6 എണ്ണം പട്ടികജാതി വിഭാഗത്തിന്, 17 ജനറൽ സീറ്റുകൾ. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനു ശേഷം 179.14 കോടി രൂപയുടെ അനധികൃത വസ്തുക്കളും പണവും അധികൃതർ പിടിച്ചെടുത്തു. നുഴഞ്ഞുകയറ്റം, അഴിമതി, കുംഭകോണം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പ്രചാരണം കൊഴുപ്പിച്ച NDA മുന്നണി സർക്കാർ ഉണ്ടാക്കാനാകും എന്ന പ്രതീക്ഷയിലാണ്. ആദിവാസി അവകാശങ്ങൾ, ക്ഷേമം, തദ്ദേശീയർക്കെതിരെയുള്ള ആക്രമണങ്ങൾ എന്നിവയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രചാരണ വിഷയം. JMM നേതൃത്വം നൽകുന്ന മുന്നണി തുടർഭരണം ലഭിക്കും എന്ന ഉറപ്പിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾ പ്രചരണത്തിനായി പലതവണ ജാർഖണ്ഡിലെത്തി. JMM എക്സിക്യൂട്ടീവ് പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും ഭരണസഖ്യത്തിനായി റാലികൾ നയിച്ചു. ഭൂമി തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ ED ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്ത് വലിയ ചർച്ചാ വിഷയമാണ്. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ഭരണമുന്നണിയുടെ ആരോപണം. സംസ്ഥാനത്ത് ഇതുവരെ ഒരു പാർട്ടിക്കും തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. മുന്നണി ഭരണം 5 ടേം കണ്ട ജാർഖണ്ഡ് ഇത്തവണ എങ്ങനെ വിധിയെഴുതും എന്നത് ഗൗരവത്തോടെ ഉറ്റുനോക്കുകയാണ് പാർട്ടികൾ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന ആരോപണവുമായി പ്രധാനമന്ത്രി. ആദിവാസി വിഭാഗങ്ങളെ പല ജാതികളാക്കി വിഭജിച്ച് ഐക്യത്തെ ദുർബലപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്ന് മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിലെ റാലിയിൽ നരേന്ദ്രമോദി വിമർശിച്ചു. സർക്കാരുമായി നിയമ പോരാട്ടത്തിന് തയ്യാറായി N. പ്രശാന്ത് IAS. സസ്പെൻഷൻ നടപടിക്കെതിരെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രശാന്ത് ആലോചിക്കുന്നത്. അതേസമയം മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ K. ഗോപാലകൃഷ്ണനെതിരെ പോലീസ് ഉടൻ കേസെടുക്കില്ല. സർക്കാർ നിർദ്ദേശമോ മറ്റു പരാതിയോ ലഭിച്ചാൽ കേസെടുക്കാമെന്ന തീരുമാനത്തിലാണ് പോലീസ്. സർവീസ് ചട്ടലംഘനം ഉൾപ്പെടെ ഗുരുതര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമാണ് ഇരുവരെയും സർവീസിൽ നിന്ന് സർക്കാർ സസ്പെൻഡ് ചെയ്തത്.
ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന് പിന്നാലെ ഒട്ടും കാലതാമസമില്ലാതെയായിരുന്നു 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തുള്ള സർക്കാർ നടപടി. മതപരമായ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുക വഴി IAS ഉദ്യോഗസ്ഥരുടെ ഐക്യവും കൂട്ടായ പ്രവർത്തനവും ഇല്ലാതാക്കുകയായിരുന്നു ഗോപാലകൃഷ്ണന്റെ നടപടി. പോലീസിന്റെ അടക്കം റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ പ്രഥമദൃഷ്ട്യാ ഗോപാലകൃഷ്ണൻ കുറ്റക്കാരനാണെന്ന് സർക്കാർ വിലയിരുത്തി. ഉദ്യോഗസ്ഥന്റെ പ്രവൃത്തി സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്കും കളങ്കമേൽപ്പിച്ചു. സർവീസ് ചട്ടലംഘനം എണ്ണിപ്പറഞ്ഞാണ് ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ സമൂഹമാധ്യമത്തിലൂടെ നിരന്തരം അവഹേളിച്ചത് N പ്രശാന്ത് നടത്തിയ ഗുരുതര തെറ്റായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. പ്രശാന്തിന്റെ നടപടിയും സർക്കാരിന് അപകീർത്തികരമായി. സർവീസ് ചട്ടലംഘനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് പ്രശാന്തിനെതിരെയുള്ള നടപടിയും. നടപടിക്കെതിരെ നിയമപരമായ നീക്കവുമായി മുന്നോട്ടു പോകാനാണ് പ്രശാന്ത് ആലോചിക്കുന്നത്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ട്രിബ്യൂണലിനെ ഉൾപ്പെടെ സമീപിച്ചേക്കും. ഇങ്ങനെ കോർണർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല തന്നെ. ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു, മറ്റേ ആൾ ഇങ്ങനെ പറഞ്ഞു, മറിച്ച് അവരുടെയൊക്കെ അഭിപ്രായം അവർ പറയുന്നു. ഞാനൊരു നിയമം പഠിച്ച വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. സുപ്രീം കോടതി വിധികളൊക്കെ ഈ വിഷയത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് താനും. വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ തപ്പിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഫാക്ട്സ് ആർ ഫാക്ട്സ്. ഫാക്ട് നിങ്ങൾക്ക് തന്നെ നേരിട്ട് പരിശോധിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഇപ്പം ഒരു മാധ്യമ സ്ഥാപനം വ്യാജ വാർത്ത ചമയ്ക്കുമ്പോൾ അതിന്റെ ഫാക്ട്സ് പുറത്തു വരുമ്പോൾ മറ്റുള്ളവർക്ക് ശരിക്കും അത് ബ്രേക്ക് ചെയ്യാവുന്നതാണ് അല്ലേ? ഇത് കള്ളമാണ്, പേരെടുത്ത് പറയാം, ഇന്ന സ്ഥാപനം എങ്ങനെയാണ് അവർ വ്യാജമായിട്ടൊരു വാർത്ത ചെയ്യുന്നത്, ഇതൊക്കെ പുറത്തു വരാമല്ലോ. അത് എന്റെ പണിയല്ല അത് ഫീൽ ചെയ്യേണ്ട. സോ എനിവേ അത് പോട്ടെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഞാൻ ഒന്ന് പോയിട്ട് വാറോല കൈപ്പറ്റട്ടെ. ഉന്നതി CEO സ്ഥാനം ഒഴിയുമ്പോൾ പ്രശാന്ത് ഫയലുകൾ SC/ST വകുപ്പിലേക്ക് മടക്കി നൽകിയെന്ന് വ്യക്തമാക്കുന്ന രേഖ പുറത്തുവന്നു. രേഖകൾ മുക്കിയെന്നാരോപിച്ച് നേരത്തെ ഒരു അച്ചടി മാധ്യമത്തിൽ വാർത്ത വന്നതിനു പിന്നിൽ ജയതിലക് IAS എന്നാണ് പ്രശാന്തിന്റെ ആരോപണം. ഗോപാലകൃഷ്ണനെതിരെ പോലീസ് ഉടൻ FIR രജിസ്റ്റർ ചെയ്യില്ല. വാട്സപ്പ് രൂപീകരണത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശമോ മറ്റ് പരാതിയോ ലഭിച്ചാൽ കേസെടുക്കുന്നതിലേക്ക് കടക്കും. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. പുതിയ സീപ്ലെയിൻ പദ്ധതിയിലും തർക്കങ്ങളും വിവാദങ്ങളും നിറയുകയാണ്. പദ്ധതിയെ അനുകൂലിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി. തർക്കമില്ലാതെ പ്ലെയിൻ പറക്കുമെന്ന് മന്ത്രി പറയുമ്പോൾ പദ്ധതിക്കെതിരായ നിലപാട് ആവർത്തിക്കുകയാണ് ATUC. 11 വർഷങ്ങൾക്കിപ്പുറം എത്തുമ്പോഴും വിവാദങ്ങളുടെ റൺവേയിൽ തന്നെയാണ് സീപ്ലെയിൻ. പദ്ധതി അനുകൂലിച്ചെന്ന് ആദ്യം രംഗത്തെത്തിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അന്ന് കണ്ണും പൂട്ടി എതിർത്ത വിമാനത്തെ ഇന്ന് കൈയും നീട്ടി സ്വീകരിക്കുന്നതിലെ നിലപാട് മാറ്റം ചോദ്യം ചെയ്യുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ താത്വികമായ ഉത്തരം ഇങ്ങനെയാണ്. അങ്ങനെ ഇപ്പോൾ ഓരോന്നും പുതിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നിനെയും എതിർക്കാൻ പറ്റും എല്ലാ കാലത്തും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതേ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും. നിലവിൽ ഡാമുകൾ കേന്ദ്രീകരിച്ചുള്ള റൂട്ട് മാത്രമായതിനാൽ വിവാദങ്ങളുടെ കാര്യമില്ല എന്നാണ് M സ്വരാജിന്റെ നിലപാട്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിച്ച് പദ്ധതി നടപ്പാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇനി കായലിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ ഏത് ഭാഗങ്ങളിലാവാം, എവിടെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ദോഷം ചെയ്യാത്തത്, മത്സ്യസമ്പത്തിനെ ബാധിക്കാത്തത്, ഇങ്ങനെ ശാസ്ത്രീയമായി പഠിച്ചും എല്ലാവരും വിശ്വാസത്തിലെടുത്തും വേണം ചെയ്യാൻ. ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത അതാണ്. ഒരു എതിർപ്പ് ഉയർന്നു വരുന്ന സമയത്ത് എതിർപ്പിന്റെ അടിസ്ഥാന കാരണം എന്താണ് എന്ന് പരിശോധിച്ച് അത് പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കായൽ ലാൻഡിംഗ് ഇല്ലാത്തതിനാൽ പദ്ധതിയിൽ വിവാദത്തിന്റെ കാര്യമില്ല എന്ന് ആവർത്തിക്കുന്നു ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ്. അന്ന് എന്തുകൊണ്ട് എതിർത്തു എന്ന ചോദ്യത്തിന് മന്ത്രി നൽകുന്ന ഉത്തരം ഇങ്ങനെയാണ്. UDFന്റെ സീപ്ലെയിൻ അല്ല, LDFന്റെ സീപ്ലെയിൻ. UDFന്റെ കാലത്തെ സീപ്ലെയിൻ എന്നുള്ളത് തൊഴിലാളി വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ സീപ്ലെയിൻ ആയിരുന്നു. ഇപ്പോഴത്തെ സീപ്ലെയിൻ ജനാധിപത്യ ജനകീയ സീപ്ലെയിനാണ്. CPMന്റെ നിലപാട് മാറ്റവും ന്യായീകരണവുമൊന്നും CPIക്ക് ദയിച്ച മട്ടില്ല. മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചാൽ പദ്ധതിയോടുള്ള എതിർപ്പ് തുടരുമെന്ന് ആവർത്തിക്കുന്നു CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പദ്ധതിയോട് എതിർപ്പുണ്ടോ എന്നറിയില്ല, പക്ഷേ പ്രതികരണമില്ല. സീപ്ലെയിൻ പദ്ധതിയോടുള്ള എതിർപ്പ് തുടരുമെന്ന് ആവർത്തിക്കുകയാണ് AITUC. UDF ആകട്ടെ 11 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയെ അന്ന് എതിർത്ത CPM ഇന്ന് പദ്ധതിയെ കണ്ണുപൂട്ടി സ്വീകരിക്കുന്നതിലെ നിലപാട് മാറ്റത്തെ പരിഹസിക്കുന്നു. കടലിലെ മത്സ്യസമ്പത്ത്, കടലിലെ ജീവജാലം, കടലിലെ എക്കോസിസ്റ്റം, കായലിലെ എക്കോസിസ്റ്റം ഒക്കെ ഇനി എന്ത് സംഭവിക്കും എന്നുകൂടി ഒരു ഗവേഷണം നടത്താൻ നന്നായിരിക്കണം. അന്നത്തെ ഇവരുടെ എല്ലാവരുടെയും പ്രസംഗങ്ങൾ, ഇവരുടെ പ്രസ്താവനകൾ എല്ലാം റീപ്രൊഡ്യൂസ് ചെയ്തൊരു പുസ്തകമാക്കിയാൽ അതൊരു അമൂല്യ സമ്പത്തായിരിക്കും. അന്ന് അവർ സഹകരണം തന്നില്ല. ഇപ്പൊ ഞങ്ങളോട് ആരോടും മിണ്ടിട്ടെന്നില്ല. ആരും സംഗതി തന്നെ അറിയില്ല. സീപ്ലെയിൻ ആണെന്നും പറഞ്ഞ് വന്ന് ഇറക്കുമ്പോൾ കാണുകയാണ്. സീപ്ലെയിൻ പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ ചുരുങ്ങിയ പക്ഷം മുന്നണിയിൽ CPIയെ എങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട് CPMന്. ചുരുക്കത്തിൽ പുതിയ സീപ്ലെയിൻ്റെ പരീക്ഷണം പറക്കൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പരീക്ഷണങ്ങൾ ബാക്കിയാണ് എന്നർത്ഥം.
വിവിധ ബ്യൂറോകൾക്കൊപ്പം എസ് ലല്ലു, ന്യൂസ് 18. കേരള സ്കൂൾ കായികമേളയിലെ പുരസ്കാര വിവാദത്തിൽ കോടതിയെ സമീപിക്കാനൊരുങ്ങി കോതമംഗലം മാർബേസിൽ സ്കൂളും തിരുനാവായ നാവാമുകുന്ദ സ്കൂളും. കുട്ടികൾക്കെതിരായ പോലീസ് നടപടിയിലും പരാതി നൽകും. വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി വേദിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും പോലീസ് തടയുകയും ചെയ്തതോടെയാണ് കാര്യങ്ങൾ കയ്യാങ്കളിയിലെത്തിയത്. മർദ്ദനമേറ്റെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. എന്നാൽ സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടന്നുവെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. നാവാമുകുന്ദ, മാർബേസിൽ എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പ്രതിഷേധമുയർത്തിയത്. അധ്യാപകരാണ് വിദ്യാർത്ഥികളെ ഇളക്കി വിട്ടത്. തർക്കമുണ്ടാവുമ്പോൾ അപ്പീലാണ് നൽകേണ്ടത്. ഇതൊന്നും പാലിക്കപ്പെട്ടില്ല. വിഷയത്തെക്കുറിച്ച് വകുപ്പ് ഗൗരവമായി അന്വേഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7065, പവന് 56,520. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5840, പവന് 46,720. വെള്ളി ഗ്രാമിന് 97 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. നമസ്കാരം. എന്നും